ഹായ് ഓൾ, വെൽക്കം ടു ആർ കെ ഫുഡ് ഫാമിലി. അപ്പോൾ ഞാനിന്ന് കാണിക്കുന്നത് പാലുവാഴക്കയാണ് കേട്ടോ. കോഴിക്കോടൻ സ്റ്റൈൽ പാലുവാഴക്ക. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ചവ്വരി എടുക്കാം. ചവ്വരി ഞാൻ 1/4 കപ്പിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ കൂടുതൽ എടുത്തിട്ടുണ്ട്. അതായത് 60 ml ചവ്വരി എടുത്തിട്ടുണ്ട്. അതായത് ചവ്വരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, സാബുനരി. നമ്മുടെ നാട്ടിലൊക്കെ സാബുനരി എന്നാണ് പറയുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഞാനൊരു കുഞ്ഞനായിട്ടുള്ള സാബുനരിയാണ് എടുത്തിട്ടുള്ളത്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 15 മിനിറ്റ് കുതിർത്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു മുത്തുമണികൾ പോലെ ആയിട്ട് വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് പഴമാണ്. ഞാൻ 2 പഴമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് നെടുകയൊന്ന് കട്ടാക്കിയിട്ട് 4ആയിട്ട് മുറിച്ചിട്ടുള്ളതാണ്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് അലിഞ്ഞിട്ടുള്ള പഴം എടുക്കാതിരിക്കാൻ നോക്കണേ. എന്നാൽ ഒരുപാട് പാകമാവാത്തതും ആവരുത്. അത്യാവശ്യം നല്ല പാകമായിട്ടുള്ള പഴം നോക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുത്തിട്ട് പഴം കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പഴം കൂടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് അലിഞ്ഞി പോകാനും പാടില്ല കേട്ടോ. ഇതുപോലെ ആയി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഞാൻ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് 2 കപ്പ് പാല്. ഇതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമ്മുടെ കോഴിക്കോടിൻ്റെ ഓത്തൻറ്റിക് സ്റ്റൈലിലുള്ള പാലുവാഴക്കാട്ടോ ഞാൻ കാണിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള പാലുവാഴക്കൻ്റെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ആക്കി നോക്കണേ. ഞാനിനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണേ. ഇത് അത്യാവശ്യം നല്ലപോലെ മധുരം ഉണ്ടാവും. ഇനി ഇതിൽ താഴെ മതിയെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ചേർക്കേണ്ടതാണ് തേങ്ങയും പെരിഞ്ജീരകവും ചെറിയ ഉള്ളിയും. ഞാനൊരു 5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരു 5-6 ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. ഒതുക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ ഒതുക്കിയെടുക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി കൂടെ ഒന്ന് അരച്ചെടുക്കാം. ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദാ ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. വല്ലാണ്ട് അരങ്ങി പോകരുത്. തരിതരിപ്പോട് കൂടിയിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കണേ. ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ രഹസ്യക്കൂട്ട് എന്ന് പറയുന്നത്. ഇതുകൂടെ ചേർക്കുമ്പോഴാണ് ആ ഓത്തൻറ്റിക് സ്റ്റൈലുള്ള പാലുവാഴക്കായിട്ട് മാറുന്നത് കേട്ടോ. അല്ലാതെ ഇങ്ങനെ പാലും പഴവും സാബുനരി മാത്രം ഇട്ടിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്നതുണ്ട്. പക്ഷേ അതല്ല യഥാർത്ഥത്തിലുള്ള സ്റ്റൈല്. ഈ ഒരു രീതിയിലാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയുള്ളൂ. അത്രയ്ക്ക് രുചിയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഏകദേശം സെറ്റായി കഴിഞ്ഞു കേട്ടോ നമ്മുടെ പാലുവാഴക്ക. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കാനായിട്ട് നോക്കുക. നല്ല രുചിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉറപ്പ് തരുകയാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ മാത്രമേ പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. അത്രയ്ക്ക് രുചിയാണ്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ കട്ടിയായിട്ട് മാറും കേട്ടോ. ഇത് തണുപ്പിച്ച് കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. നമുക്കിനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ പാലുവാഴക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ പാലുവാഴക്കയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കാം. നമുക്ക് ഇതിപ്പോൾ ഞാനിപ്പോൾ ട്രൈ ആക്കിയിട്ടുള്ളത് നമുക്കിന്ന് ബറാത്ത് നോമ്പാണ്. അന്നത്തെ ദിവസത്തിൽ നമ്മൾ ഉണ്ടാക്കുന്നതാട്ടോ. കോഴിക്കോടൊക്കെ അന്നത്തെ ദിവസത്തിൽ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പാലുവാഴക്ക. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പാലുവാഴക്കൻ്റെ റെസിപ്പിയാണ്. കോഴിക്കോടൻ തനതായിട്ടുള്ള രുചിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക് യു.